അപ്പം നമ്മുടെ ഡ്രീംസ് കേരളയുടെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കാര്യം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഭാഗത്ത് പുള്ളിമാൻ ജംഗ്ഷൻ പെട്രോൾ പമ്പിൻ്റെ തൊട്ട് തെക്കേ സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു ഗാർഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഗാർഡൻസിനകത്ത് നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ്, എന്തൊക്കെ ചെടികളാണ്, എന്തൊക്കെ കായ്ഫലമുള്ള വൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വൃക്ഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മുടെ നാടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം. ആ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഗാർഡൻസിലെ കാഴ്ചകളിലേക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഗാർഡൻസിലെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. കാര്യം നമ്മൾ പുറത്തു നിന്ന് കാണുന്നതിൻ്റെ കൂട്ടല്ല, അകത്തോട്ട് കയറിയിട്ട് എൻ്റെ തല ഇറങ്ങി സത്യം പറഞ്ഞാൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്ത എന്തോരം ചെടികൾ, അത്യാവശ്യം എനിക്കറിയാവുന്ന കുറച്ച് ചെടികളുടെ പേരൊക്കെ പറഞ്ഞുതരാം. ഇതിനകത്ത് കുറച്ച് പേര് ബോർഡ് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം. ചിലപ്പോൾ എനിക്കറിഞ്ഞുകൂടാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. അപ്പം മാക്സിമം ഇവിടുത്തെ സ്റ്റാഫിനെ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കേണ്ട നമ്മൾ വിളിച്ച് കാര്യം ഇതിൻ്റെ അത്യാവശ്യം പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്. കക്ഷി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 30 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. 30 രൂപ മുതൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 100 അല്ലെങ്കിൽ 500 അതേപോലെ തുടങ്ങി 5000, അത് പിന്നെ 8000. ആ 8000 വരെയൊക്കെയാണ് ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഹൈ എമൗണ്ടിലുള്ള സംഗതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിന് അവരിടുന്ന വളങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ പെതുക്കെ ഇതിൻ്റെ അവസാനം നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ അത്യാവശ്യം ഇത് പൊന്നുപോലെ കാണേണ്ട ഒരു സാധനം. നമ്മൾ വെറും ചീളായിട്ടായിരിക്കും ജസ്റ്റ് നമ്മളിത് കാണുന്നത്. പക്ഷേ നമ്മളത് കെയറിങ്, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെ കൂട്ടൊക്കെ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം സാധനങ്ങളാണ്. ആ മാവ് തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. നീലിമ എന്നൊക്കെ പറയുന്ന എന്തോ പ്രേതങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ എത്രയും അധികം വൃക്ഷങ്ങളുടെ പേര് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഒരിക്കലും ആ റംബൂട്ടാനൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും കിങ്ങൊക്കെ ഇപ്പോഴാണ്. അപ്പോൾ ഇതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ സംഗതികൾ കാണും. അപ്പം ഇതേപോലെ തന്നെ ഒരു മാവിൽ 6 ഐറ്റം വാങ്ങാം. വാവ്, അത്ഭുതമാണ് കേട്ടോ. ആരെയും ബഡ് ചെയ്തിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക. എങ്കിലും 6 തരത്തിലുള്ള മാവ്, പിന്നെ ബുഷ് ഓറഞ്ച്, ചെറിയ ബുഷ് ഓറഞ്ചുകളും കാര്യങ്ങളൊക്കെ. ഈ 6 തരത്തിലുള്ള മാവൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടി ആയിരിക്കും സാധനം. ഈ സാധനങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ ഇത്രയും കഷ്ടപ്പെട്ട് അവർ വളർത്തി എടുക്കുമ്പോഴത്തേക്കും അത് അവർ ചോദിക്കുന്ന എമൗണ്ട് എന്തായാലും കൊടുക്കണം. അപ്പോൾ എന്നിട്ട് അത്രയും നാൾ അവർ കെയർ ചെയ്തതിൻ്റെ പേരിലായിരിക്കും നമുക്ക് ഇത്രയും ബ്യൂട്ടി ആയിട്ട് തരുന്നത്. അപ്പോൾ ആ ബ്യൂട്ടിക്കും അത്രയും കെയർ ചെയ്തതിൻ്റെ പൈസ നമ്മൾ എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല നല്ല വീടുകൾ വെക്കുമ്പോഴത്തേക്കിന് മനോഹരമാക്കാൻ ചിലർ വിചാരിക്കുന്നത് പെട്ടെന്ന് ഇത് ഇവിടുന്ന് കിട്ടി, ഇത്രയും വളർന്നു പോയല്ലോ, നമ്മളൊക്കെ വെച്ചിട്ട് മുരടിപ്പോയവരുണ്ട്, നശിച്ചു പോയവരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പലരും ഫ്ലവർ, ഞാനൊക്കെ തന്നെയും പലതും ഫ്ലവർ കുഞ്ഞിലെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൂടിക്കത്തില്ല, ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് പ്രശ്നം എന്താ വെച്ചാൽ അതിനെ നമ്മൾ കെയർ ചെയ്യുന്നില്ല. അതിനുള്ള ആവശ്യമായ വളങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കും, കായ്ഫലവും കാര്യങ്ങളും ഒക്കെ കാണുമെന്നാണ് പറയുന്നത്. എങ്കിലും ഇത് ഈ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ ഉള്ളൂ. കാര്യം നമ്മുടെ കൊല്ലം ജില്ല കരുനാഗപ്പള്ളി ഭാഗത്ത് നിന്നും ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കൊരു ട്രൈപോഡ് മേടിക്കാനുള്ള സാമ്പത്തികമോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ്ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ, പിന്നെ എഡിറ്റിങ്ങിന് സോഫ്റ്റ്വെയർ ഇല്ല. അപ്പോൾ ഉള്ള പരിമിതി വെച്ചിട്ട്, കാര്യം ഇതിനകത്തൊക്കെ ട്രൈപോഡോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ജെർക്ക് ചെയ്യാതെ ഷൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പേര് ഓടി നടന്ന് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പം സൗണ്ട് തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. കാര്യം തൊട്ട് റൈറ്റ് സൈഡിൽ ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ മൈക്ക് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അത് റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇടിച്ച് കയറുക. ലാബിലൊന്നും അല്ലല്ലോ ഇതെന്ന് പറയുന്ന കാര്യം. അവിടെ
ഡയറക്റ്റ് ലൈവായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അത് ക്ഷമിക്കുക. അപ്പോൾ അവരിട്ടേക്കുന്നത് അതിൻ്റെ ഗ്രാവലും അതേപോലെ ചകിരിച്ചോറും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ കാണാം എത്രത്തോളം അവർ കെയർ ചെയ്ത് വളർത്തുന്നുണ്ടെന്ന്. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ നല്ല ഒരു വൃക്ഷങ്ങളും കാര്യങ്ങളും ബ്യൂട്ടിയൊക്കെ നമുക്കും കിട്ടും തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾ നല്ല വീടുകൾ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് ഏതൊക്കെ വേണം, നമുക്ക് ഏതൊക്കെ വെച്ചാൽ ബ്യൂട്ടി ആയിരിക്കും, അതെവിടെ പോയാൽ കിട്ടും. അപ്പം ഒന്നേ നിങ്ങൾക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുക. ഞാൻ നമ്പർ കൊടുത്തേക്കാം. കോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ സാധനം എത്തിക്കും അവർ. അതേപോലെ തന്നെ കീടനാശിനികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് തളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും അത് പുഴുക്കളും പ്രാണികളും ഒന്നും കടിച്ച് കേടുവരാതിരിക്കാനും അങ്ങനെ നശിച്ചു പോകാതിരിക്കാനും ഒക്കെയാണ്. പലതരത്തിലുള്ള കാര്യം എന്തൊക്കെയോ സാധനങ്ങൾ. കാര്യം നമ്മളിതിനകത്തോട്ട് ചെന്നിട്ട് എനിക്ക് പേരും നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആകെപ്പാട് അറിയാവുന്ന തെങ്ങ്, കവുങ്ങ്, അല്ലെങ്കിൽ പുളി, നെല്ലിക്ക, കുരുമുളക് അതൊക്കെ തന്നെ. പക്ഷേ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അതൊന്നും അല്ല സംഗതി. മുന്തിരിത്തൈകൾ, മുന്തിരിയുടെ വള്ളികൾ, മുന്തിരി ചെടികൾ. നിങ്ങൾക്ക് കാണാം മുന്തിരി ചെടികളൊക്കെ നല്ല ബ്യൂട്ടി. നമ്മളൊക്കെ ഇവിടെ പാവി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മുള പോലും കിളിക്കില്ല. സ്ട്രോബെറി പേര. അപ്പം വളരെ ബ്യൂട്ടി ആയിട്ടുള്ള സംഗതിയാണ്. അപ്പം നിങ്ങൾ വരുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ കരുനാഗപ്പള്ളി വന്നിട്ട് നേരെ വടക്കോട്ട് വരിക. അതായത് പുള്ളിമാൻ ജംഗ്ഷൻ പെട്രോൾ പമ്പിൻ്റെ തൊട്ട് തെക്കേപ്പുറത്തെ സൈഡിലായിട്ടാണ് ഈ ഗാർഡൻ. നിങ്ങൾ വരുമ്പം തന്നെ കാണാം, റോഡ് സൈഡിലാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കിന് പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പല ചാനൽ കാണുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് പല ജെർക്കിങ്ങും കാര്യങ്ങളും ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ക്ഷമിക്കുക. നിങ്ങൾ ക്ഷമിക്കണം. കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് ലൈക്ക് തന്നെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് 1000 സബ്സ്ക്രൈബും 4000 മണിക്കൂറൊക്കെയാണ് ആ ഒരു വാച്ചിങ് ടൈം പറഞ്ഞേക്കുന്നത്. എന്നാലേ ഞങ്ങൾ ഈ എടുക്കുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചൊരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് ഈ വീഡിയോ ചെന്ന് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ പെർമിഷൻ മേടിച്ച് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ഓടി നടന്ന് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതൊക്കെ ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ അത് അത്രയും പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടായിരിക്കും ഞങ്ങൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് കയറി കാണണം. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളത് സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് മെയിനാണ്. സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ അതേപോലെ ഷെയർ, ലൈക്കും എല്ലാം തരണം. മാക്സിമം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. അപ്പം ഇതേപോലെ നല്ല കുറച്ച് കാര്യങ്ങൾ, ബ്യൂട്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കഴിയും. നിങ്ങളുടെ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഓടി വരാനായിട്ടുണ്ട്. കാര്യം ഡ്രീംസ് ടോട്ടൽ ഏജൻസി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനിയിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ വീടുകളിൽ ആരുമില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾക്കൊക്കെ വല്ല പ്ലംബിങ് പരമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് പൈപ്പ് പൊട്ടിക്കുക, അതേപോലെ വയറിങ് ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുക, അതേപോലെ നിങ്ങളുടെ കോസ്റ്റ്യൂംസ് എന്തെങ്കിലും ടൈലറിങ്ങിന് ആവശ്യമായിട്ട് അങ്ങനെ കൊടുക്കുക, അതേപോലെ ചെറിയ കേസുകെട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ആരും ഇല്ലാത്ത സമയം ഒരു ഡ്രൈവറാണ്, പുറത്തോട്ട് പോകുന്ന ഒരു ഡ്രൈവറില്ല, അല്ലെങ്കിൽ ഒരു വണ്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അപ്പം ഞാൻ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 9539206196 എന്നാണ് നമ്പർ. അതിനകത്ത് വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കും. നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സ്പോട്ടിൽ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു ഉപകാരമുണ്ട് ഈ ഒരു ഗ്രൂപ്പും ഉണ്ട്, അതായത് ഈ ഒരു ചാനലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തുടങ്ങുന്ന ചെറുതിൽ നിന്നാണ്. അപ്പം ഞങ്ങളിങ്ങനെ ചെറുതായിട്ടൊരു വീഡിയോ എടുത്ത് നമ്മുടെ നാട്ടിലെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചിലർക്കത് നല്ല ഉപകാരപ്പെടും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് നിസ്സാരമായിട്ട് ഞാനും കാണുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ അത് വിജയിപ്പിക്കേണ്ട ദൗത്യം നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇവരടിക്കുക ഈ ബിസ്മി ഗാർഡൻസിൽ സ്റ്റാഫുമാരടിക്ക് സമീപിച്ച് കഴിഞ്ഞാൽ ഇവർ ഗാർഡൻസ് അവിടെ വന്ന് സെറ്റ് ചെയ്ത് തരികയും വളരെ തുച്ഛമായ എമൗണ്ടിൽ തന്നെയും നിങ്ങൾ പറയുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് തരികയും ഇൻ്റർലോക്ക് തറയോടുകൾ പാവുകയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വളം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരടിക്ക് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വളമൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. വളരെ തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞാണെങ്കിലും അവസാനം ഒന്നും കൂടെ നമ്മൾ പറയുന്നതായിരിക്കും.
അപ്പം വൻ വൃക്ഷങ്ങൾ സഹിതം ഇവിടെ ഉണ്ട്. അപ്പം പഞ്ചാര മരം, ഈ നിൽക്കുന്നതൊക്കെ പഞ്ചാര മരങ്ങളാണ്. പിന്നെ അതേപോലെ തണൽ മരമുണ്ട്, ബദാം എന്നൊക്കെ പറയും നമ്മൾ. അപ്പം അതൊക്കെയെന്ന് വെച്ചാൽ തണൽ മരത്തിന് നല്ല ബ്യൂട്ടിയാണ്. സാധനമൊക്കെ വെയിലുള്ളിടത്ത് കൊണ്ട് വെച്ചാൽ നല്ല കൂളിംഗ് ആയിരിക്കും സാധനം. അപ്പം നല്ല ബ്യൂട്ടി ആയിരിക്കും, നല്ല കൂളിംഗ് ആയിരിക്കും സാധനം. അപ്പം അങ്ങനെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വരുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വരിക, നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊപ്പറേറ്ററെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ബിസ്മി ഗാർഡൻ്റെ പ്രൊപ്പറേറ്റർ. അപ്പം പേരെന്താണ്? ഷമീർ എന്നാണ് പേര്. അപ്പോൾ എത്ര വർഷമായിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? 5. അപ്പോൾ 5 വർഷമായിട്ടാണ് നമ്മുടെ ഈ കരുനാഗപ്പള്ളി പുണ്യജംഗ്ഷനിലെ പെട്രോൾ പമ്പിൻ്റെ തെക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നല്ലൊരു ഗാർഡൻസാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ്, അതായത് ജസ്റ്റ് ഒരു തൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് മുതൽ വലിയ ഹെവി ആയിട്ടുള്ള എമൗണ്ട്സ് വരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏറ്റവും നമ്മുടെ ലോ ആയിട്ടുള്ള എമൗണ്ട് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ തൈകൾക്ക് എല്ലാം തൈകൾ കുറവാണ്. ബഡിങ് ഗ്രാഫ്റ്റ് അല്ലേ തൈകളുണ്ട്. അപ്പോൾ എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 30 രൂപ മുതൽ തൈകൾ വരെയുണ്ട്. 30 മുതലുള്ള ഉച്ച തൈകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഹെവി എമൗണ്ട്സുകളുണ്ട്. അപ്പോൾ ഹെവി എമൗണ്ട്സ് ആയിട്ടുള്ള വലിയ നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. അങ്ങനെയുള്ള ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഹെവി ആയിട്ട് നമുക്ക് എത്ര രൂപ വരെ ഇൻവെസ്റ്റ് ആവും ഇവിടെ? ഒരു 350 രൂപ 400 രൂപ. 350-400 ആ ഒരു രീതിയിൽ മീഡിയം ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ ചെടിക്കകത്ത് വെച്ചിരിക്കുന്ന വലിയ പ്ലാന്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഏജ് കൂടുതലുള്ള പ്ലാന്റുകൾ 5 രൂപ വില വരുന്നത്. അപ്പോൾ അതായത് ഒരു ചെടിച്ചട്ടിക്കകത്ത് വളർത്തി, അതായത് നിങ്ങൾ വളർത്തി നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ നമുക്ക് കൊണ്ട് അത്രയും വലിയ വലുതായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5000 രൂപയാണ്, 5000 ആണ് അതിൻ്റെ എമൗണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് ആ ചെടികളെല്ലാം കണ്ടിട്ട് അതിൻ്റെ ഓരോ വിലകളും ഈ ഒരു നിലവ് ഇതിനിടയ്ക്ക് തന്നെ നിൽക്കും. ഈ 5000 രൂപയ്ക്കകത്ത് തന്നെ നിൽക്കുന്ന സാധനം. അതിൻ്റെ കുറഞ്ഞിട്ടുണ്ട്, കൂടിയതുണ്ട്. അതിൽ കൂടിയിട്ടുണ്ട്. അത് മാക്സിമം എത്ര വരെ നമുക്ക് പോകുന്നുണ്ട്? മാക്സിമം 8 രൂപയുടെ വലിയ പ്ലാന്റ് ഉണ്ട്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുത് 8 ആണ്. 20 വർഷം പഴക്കമുള്ള. അപ്പോൾ 20 വർഷം പഴക്കമുള്ള കുറച്ച് ചെടികൾ വളർത്തി ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് 8 രൂപയാണ് മാക്സിമം ഇതിൻ്റെ പ്രൈസ്. അപ്പം ഈ സ്റ്റാർട്ടിങ് പ്രൈസും ഹെവി പ്രൈസും ആണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വളങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇതിനകത്ത് കൊടുത്തേക്കുന്ന പ്രകാരം ജൈവവളം അത് ഒരു വീഡിയോ വെച്ചിട്ട് കൊടുക്കണം. ഒരു വീഡിയോ വെച്ചിട്ട് കൊടുക്കണം. ഒരു വീഡിയോ വെച്ച് മാസം ഒരു മാസത്തിലൊരു വീഡിയോ 2 ആഴ്ച കൂടുമ്പോഴും യൂസ് ചെയ്യാം. 2 ആഴ്ച കൂടുമ്പോഴത്തേക്കിന് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് എത്ര വരുന്നത്? 120 രൂപയാണ്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ചെടികളൊക്കെ സാധാരണ എല്ലാവരും കണ്ട് വളരെ ആഗ്രഹത്തോടുകൂടി മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ പൂ പിടിക്കാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാൻ പറ്റുമോ? അത് നല്ല രീതിയിൽ വളം ചെയ്യാൻ തന്നെയാണ്. കൃത്യമായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ എന്ത് വളമാണ് നമ്മൾ ഈ വളമല്ലാതെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? വേപ്പം മണ്ണാക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ജൈവവളം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറായിട്ട് വരും അല്ലേ? അപ്പം വളരെ നല്ലൊരു നിർദ്ദേശമാണ് കക്ഷി നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ട് സമയം വിനിയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഗാർഡൻസിൽ ബാക്കിയുള്ള കാഴ്ചകളിലെല്ലാം എന്തായാലും നിങ്ങളെയും കൂടെ ഒന്ന് കണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇറങ്ങിയത്. അപ്പം വളരെ ഉപകാരമുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻസിലെ ബ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ. അപ്പം പുള്ളിയാശനിലാണ് ബിസ്മി എന്നാണ് ഗാർഡൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഇത് കണ്ട എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് നേരിട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ഇനി. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം സബ്സ്ക്രൈബ് ചെയ്തെങ്കിലേ ഈ ഒരു നിലനിൽപ്പുള്ളൂ. കാര്യം ഞങ്ങൾക്ക് യൂട്യൂബിനകത്ത് ഈ കഷ്ടപ്പെട്ടെടുത്ത് നിങ്ങളിലേക്ക് ഇട്ടിരുന്ന വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്കത് എന്തെങ്കിലും ഒരു തരത്തിൽ ഗുണമുള്ളൂ. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ ഇട്ട് തരുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ.